Welcome to BSc Main Physics, and this is semester 6 elective paper electronic instrumentation, and this is class number EI-12 CRO electronic instrumentation paper and elective paper. We begin the second unit, which is called oscilloscopes, and the first topic is CRO, cathode ray oscilloscope. Cathode ray oscilloscope is the first topic of discussion today. അപ്പോൾ നമ്മളൊരു പുതിയ യൂണിറ്റ് ഈ പേപ്പറിൽ പഠിക്കുകയാണ്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ പേപ്പർ, ഇലക്ട്രീവ് പേപ്പറാണ് BSc മെയിൻ ഫിസിക്സുകാരുടെ. അപ്പോൾ CRO എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഒരു CROയുടെ ഒരു ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. CRO ദ കാഥോഡ് ഓസിലോസ്കോപ്പ് CRO ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. എന്തെല്ലാം സംഗതി ഉണ്ടെന്ന് നോക്കുക. 3 പാർട്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം നമുക്ക്. ഇതിനെ ഒരു 3 parts. It has 3 parts essentially. One is electron gun, other is a reflective system, and the third is the fluorescent screen. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇലക്ട്രോൺ ഗൺ, രണ്ടാമത്തെ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, മൂന്നാമത്തെ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ അത് ആദ്യ പാർട്ടാണ്. ഈ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് ഒരു ഫിലമെൻറ്റ് കാഥോഡൊക്കെ ഉണ്ട്, 2 ലെഡ് സ്ലിറ്റ്സ് ഉണ്ട്, പിന്നെ ആനോഡ്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ കാഥോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ഡിസ്ചാർജ് ട്യൂബ്. പിന്നെ XY പ്ലേറ്റ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. ഇലക്ട്രോൺ ബീമിനെ സൈഡിലേക്ക് അല്ലെങ്കിൽ മേലോട്ട് കീഴോട്ടൊക്കെ മാറ്റുന്നതിനുള്ള ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റുകളാണ്. അവസാനം F എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനുണ്ട്, S എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനുണ്ട്. അതിലാണ് ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, വിഷ്വലൈസേഷൻ, ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുന്നത്. ഇവിടെ അതിൻ്റെ പാർട്ട് എഴുതിയിട്ടുണ്ട്. F ഫിലമെൻറ്റ്, K കാഥോഡ്. You see all the parts. F ഫിലമെൻറ്റ്, K കാഥോഡ്, and G1 control grid, G2 accelerating grid, A1 A2 anodes, XY deflecting plates, and yes, fluorescent screen. അത്രയും പാർട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. You have to draw a neat diagram of this CRO. So what is the principle of CRO? It is short answer question. The first part is, what is CRO? What is CRO principle? CRO is an electronic device that produces visual representation of electrical effect. വൈദ്യുത എഫക്റ്റുകളുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള ഒരു ഡിവൈസ്, അതാണ് CRO എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് a visual representation of electrical effects. ഇലക്ട്രോൺ ബീം, കാഥോഡ് റേസ്. ഇലക്ട്രോൺ ബീമാണ് കാഥോഡ് റേസ്, അല്ലെങ്കിൽ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീമാണ്. ഇലക്ട്രോൺ ബീംസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ആൻ ഇലക്ട്രോൺ ഗൺ. ഇറ്റ് ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്, ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് scintillations on a fluorescent screen are the principles employed in the working of CRO. ഇപ്പോൾ CROയുടെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗൺ പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ച് അതിനെ നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ പതിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ദൃശ്യം കിട്ടുക. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദ 3 essential parts of a CRO are. ഒരു CROയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ 1 ഇലക്ട്രോൺ ഗൺ, നമ്പർ 2 ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, ആൻഡ് നമ്പർ 3 ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. Number 1 electron gun. The electron gun consists of an indirectly heated cathode K. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു കാഥോഡ് K ആണ്. അത് ഇൻഡയറക്റ്റഡ് ആണ് ഹീറ്റ് ചെയ്യുന്നത്, ഒരു ഫിലമെൻറ്റ് വെച്ചാണ് ഹീറ്റ് ചെയ്യുന്നത്. G1 and G2 are two grids. G1 is the control grid and G2 is the accelerating grid. A1 and A2 are 2 anodes. A2 and G2 are electrically connected. The arrangement focuses the electron beam to a point on the screen. അപ്പോൾ G1 G2 ഗ്രിഡാണ്, A1 A2 ആനോഡാണ്, A2 G2 ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. അകത്ത് അറേഞ്ച്മെൻറ്റ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്ക്രീനിൽ ഒരു സ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോൺ ബീം നമുക്കറിയാം ഇൻവിസിബിൾ ആണ്, എന്നാൽ അത് ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ പതിക്കുമ്പോൾ
നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, ഒരു സ്പോട്ട് കാണാവുന്നത് പോലെ അവിടെ സ്ക്രീനിൽ കിട്ടും. നമ്പർ 2, deflecting system. The electron beam emerging from the electron gun may be deflected either electrically or magnetically. The deflection is provided by two pairs of parallel plates. One pair arranged horizontally, Y plates, and other vertically, X plates. These two plates produce perpendicular deflection to the electron beam. അപ്പോൾ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ രണ്ട് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റുകളാണ് ഉള്ളത്. ഒന്ന് എക്സ് പ്ലേറ്റ്, രണ്ടാമത്തെ വൈ പ്ലേറ്റ്. എക്സ് പ്ലേറ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വൈ പ്ലേറ്റ് എന്ത് ചെയ്യും? അത് ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സ് പ്ലേറ്റ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. Number 3, fluorescent screen. A glass plate coated with fluorescent material like zinc phosphate or millimite serves as a screen. It is used to visualize the display. The entire arrangement, അതായത് ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലാസ് സ്ക്രീനാണ്, ടി വി സ്ക്രീൻ പോലെ ഇരിക്കുന്നതാണ്. അതിൻ്റെ ആ ഗ്ലാസ് സ്ക്രീനിന് പുറത്ത് സിങ്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ വില്ലിമൈറ്റ് അതുപോലുള്ള വസ്തുക്കൾ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഇത് ഫോട്ടോലൂമിനസെൻ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് വസ്തുക്കളാണ്. അവയിൽ ലൈറ്റ് വന്ന് വീണാൽ നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഈ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ് എന്ത് ചെയ്യും? ദ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ് ഇസ് എൻക്ലോസ്ഡ് ഇൻ ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് വെസൽ. ഒരു ഗ്ലാസ് ചേമ്പറിനകത്താണ് ഇവയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് വെസൽ. വർക്കിംഗ്, ഇനി ഇതിൻ്റെ പ്രവർത്തനമാണ്. അത് വോൾട്ടേജ് അളക്കാം, നമുക്ക് വോൾട്ടേജ് അളക്കാം, ഫ്രീക്വൻസി ഒക്കെ അളക്കാം. ടു മെഷർ വോൾട്ടേജ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ടു മെഷർ വോൾട്ടേജ് ഒന്നാമത്തെ യൂസാണ് വർക്കിങ്ങിൻ്റെ. if a signal is applied to the vertical deflecting plates only, a vertical line appears on the screen. ഇപ്പോൾ ഒരു സിഗ്നൽ കൊടുത്താൽ ഒരു വെർട്ടിക്കൽ ലൈൻ അപ്പിയർ ചെയ്യും സ്ക്രീനിൽ. ദ ഹൈറ്റ് ഓഫ് ദ ലൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു പീക്ക് വോൾട്ടേജ് അപ്ലൈഡ് പീക്ക് വോൾട്ടേജ് ഓഫ് ദി അപ്ലൈഡ് സിഗ്നൽ. അപ്പോൾ സ്ക്രീനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ പ്രത്യക്ഷമാകും. അത് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ പീക്ക് ടു പീക്ക് മെഷർമെൻ്റ് ആണ്. ഫോർ ദിസ് ദ ഓസിലോസ്കോപ്പ് ഈസ് ടു ബി കാലിബ്രേറ്റഡ് എഗൻസ്റ്റ് നോൺ വോൾട്ടേജ്. ഇത് കിട്ടുന്നതിന് നമ്മൾ നോൺ വോൾട്ടേജുമായിട്ട്, നമുക്കറിയാവുന്ന വോൾട്ടേജുമായിട്ട് നേരത്തെ ഈ അപ്പാരറ്റസ് കാലിബ്രേറ്റ് ചെയ്തിരിക്കണം. കീപ്പിംഗ് ദ വെർട്ടിക്കൽ gain unchanged, the unknown voltage to be measured is applied to the vertical input terminals of CRO. Measure the length of the vertical line obtained. The length of the line is a measure of voltage amplitude. അപ്പോൾ അൺനോൺ വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീനിൽ കിട്ടുന്ന വെർട്ടിക്കൽ ലൈനിൻ്റെ ലെങ്ത് ഈ അപ്ലൈ ചെയ്ത വോൾട്ടേജ് അൺനോൺ വോൾട്ടേജിന് പ്രപ്പോർഷണലാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പ്രപ്പോർഷണലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി. ഇപ്പോൾ വേവിൻ്റെ സിഗ്നൽ ഫ്രീക്വൻസി അളക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അതിൻ്റെ രീതി പറയുകയാണ്. ഇവിടെ രണ്ട് പടം കൊടുത്തിട്ടുണ്ട്. 2 figures are given in the figure. One consists of 3 loops horizontally and the other 2 loops are shown here. In the first figure we have marked frequency FV. The second figure we have marked FS, horizontal frequency, vertical frequency, in that manner. Figures 1 and 2 you carefully note. The unknown frequency can be measured as follows. നമുക്ക് അറിഞ്ഞുകൂടാത്തത് കണ്ടുപിടിക്കേണ്ടതായ ഫ്രീക്വൻസി ഇനി പറയുന്ന രീതിയിൽ ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. The known frequency is applied to the horizontal input plates. Known frequency horizontal plate കൊടുക്കണം. And the unknown frequency to the vertical input plates. Various controls of the CRO are adjusted
A pattern with loops known as Lissajous figures is obtained. അപ്പോൾ നമ്മൾ എക്സ് പ്ലേറ്റിനും വൈ പ്ലേറ്റിനും ഉള്ള കൺട്രോൾസൊക്കെ ശരിക്കും അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലിസാജോസ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ചിത്രം കിട്ടും. അല്ലെങ്കിൽ അതാണ് നമ്മൾ മുകളിൽ കാണിച്ച ലൂപ്പുകൾ. ഈ ലൂപ്പുകളെ വിളിക്കുന്ന പേര് ലിസാജോസ് ഫിഗേഴ്സ്. ഇപ്പോൾ എക്സാമിനേഷൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ലിസാജോസ് ഫിഗേഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പടം വരക്കണം, എന്നിട്ട് ഇവിടെ കാണുന്ന സെൻറ്റൻസുകൾ എഴുതണം. These are known as Lissajous figures. They are obtained on the screen. The Lissajous figures are shown in the figure. The number of loops cut by the horizontal line gives the measure of frequency on the vertical plates. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ കട്ട് ചെയ്യുന്ന ലൂപ്പ് വെർട്ടിക്കൽ പ്ലേറ്റിൽ കൊടുത്ത സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ അളവാണ്. ആൻഡ് നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ദ വെർട്ടിക്കൽ ലൈൻ ഗീവ്സ് ദ ഫ്രീക്വൻസി ഓൺ ദി ഹോറിസോണ്ടൽ പ്ലേറ്റ്. അതേപോലെ നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ വെർട്ടിക്കൽ ലൈൻ കട്ട് ചെയ്ത ലൂപ്പുകളുടെ എണ്ണം ഹോറിസോണ്ടൽ പ്ലേറ്റിൽ കൊടുത്ത സിഗ്നൽ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. സോ വി ക്യാൻ അപ്ലൈ എ റിലേഷൻ FB by FH, the vertical frequency by horizontal frequency, is equal to number of loops cut by horizontal line by number of loops cut by vertical line. FB മുകളിലാണ്, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ലൈനിൻ്റെ ആ ലൂപ്സിൻ്റെ എണ്ണം താഴെയാണ് നമ്മൾ എഴുതേണ്ടത്. FB by FH is equal to number of loops cut by horizontal line by number of loops cut by vertical line. Knowing FH, the unknown frequency FV can be determined. ഇനി ഒരു എയിം കൂടി നമ്മൾ ആദ്യം പറയും. ടു ഡിറ്റർമിൻ ഫേസ് ഓഫ് എ വേവ്. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് അളക്കുന്നത് പറഞ്ഞു. ഫ്രീക്വൻസി അളക്കാൻ ലിസാജോസ് ഫിഗേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു ആപ്ലിക്കേഷൻ ടു മെഷർ ദ ഫേസ് ഓഫ് എ വേവ്. ദ സിഗ്നൽ അണ്ടർ സ്റ്റഡി ഈസ് അപ്ലൈഡ് ടു വെർട്ടിക്കൽ ഇൻപുട്ട് പ്ലേറ്റ്സ്. ഇത് സ്യൂപ്പ് സർക്യൂട്ട്, ഒരു സ്പെഷ്യൽ സർക്യൂട്ടാണ്, നമ്മൾ പ്രത്യേകം പഠിക്കുന്നതാണ്. എ സ്യൂപ്പ് സർക്യൂട്ട്, അതിൻ്റെ മറ്റൊരു പേരാണ് ടൈം ബേസ് സർക്യൂട്ട്. ദ സ്യൂപ്പ് സർക്യൂട്ട് ഓർ ടൈം ബേസ് സർക്യൂട്ട് ഈസ് സെറ്റ് ടു ഇൻറ്റേർണൽ. അതിനകത്ത് തന്നെ ഒരു ടൈം ബേസ് സർക്യൂട്ട് ഉണ്ട്, അത് നമ്മൾ പ്രവർത്തിപ്പിക്കണം. സെറ്റ് ടു ഇൻറ്റേർണൽ so that a sawtooth waveform is applied to the horizontal input plates. നമ്മൾ അതിനകത്തുള്ള ഒരു ടൈം ബേസ് സർക്യൂട്ട്, ഒരു സ്യൂപ്പ് സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് various controls are adjusted to obtain sharp and well-defined signal waveform on the screen. അപ്പോൾ നമുക്ക് ഷാർപ്പ് വെൽ ഡിഫൈൻഡ് സിഗ്നൽ വേവ്ഫോം സ്ക്രീനിൽ കിട്ടും. Comparing the waves, the phase can be noted. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഇൻബിൽറ്റ് വേവ് ഫോംസ് ഒട്ടത്തുണ്ടാകും, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ വേവ് ഫോമുണ്ട്, രണ്ടും കമ്പയർ ചെയ്തിട്ട് ഫേസ് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് CRO. How can it be used for measuring amplitude, frequency and phase of waveforms? ഇപ്പോൾ ഒരു CRO എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പ്രിൻസിപ്പിൾ പറയണം, അതിൻ്റെ പാർട്ട് പറയണം, വർക്കിംഗ് പറയണം. എങ്ങനെയാണ് 3 ക്വാണ്ടിറ്റികൾ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് അളക്കുന്നത്? അത് 3 നമ്മൾ എഴുതിയിരിക്കുന്നത്. How will you determine amplitude, frequency and phase? That we have discussed. You have to study them well. This is a very important essay. Now there are some short answers. Give the principle and diagram of CRO. Number 2, how will you measure voltage using CRO? Number 4, what are Lissajous figures? Lissajous figures is an important short answer question. And that is all with your 12th class on electronic instrumentation. We continue our topic. Thank you very much.